അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിൽ 2022 2023 നടന്ന വാർഷിക പരീക്ഷയുടെ ദുറൂസുൽ ഇസ്ലാം നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷത്തിൽ ദുറൂസുൽ ഇസ്ലാം 2 പരീക്ഷയായിട്ടാണ് നടക്കുക. 1-ാം പാഠം മുതൽ 10ാമത്തെ പാഠം വരെ 10 പാഠം ഉൾക്കൊള്ളുന്ന ഒരു പരീക്ഷയും, അതുപോലെ തന്നെ 11-ാം പാഠം മുതൽ 20ാമത്തെ പാഠം വരെ മറ്റൊരു പരീക്ഷയും, അങ്ങനെ 2 പരീക്ഷയായിട്ടാണ് നടക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദുറൂസുൽ ഇസ്ലാം മുഴുവനായിട്ട് ഒരൊറ്റ പരീക്ഷയായിരുന്നു, 1 മുതൽ 20 വരെ പാഠങ്ങൾ. ഈ വർഷം അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താൻ ഒന്ന് ഖദീജ ബീവിയുടെ ഭൃത്യൻ ആരാണത്? മൈസറത്ത്. ഖദീജ ബീവിയുടെ ഭൃത്യൻ തന്നെയാണ് പാഠത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, മൈസറത്താണത്. രണ്ടാമത്തേത് അങ്ങേ അള്ളാഹു ഒരിക്കലും കൈവിടില്ല, ഇത് പറഞ്ഞത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖുർആനിൻ്റെ ആദ്യ വാചകങ്ങൾ ചൊല്ലിക്കൊടുത്ത സമയത്തുണ്ടായ സംഭവമാണ്. അത് ആ സമയത്ത് അങ്ങയെ അള്ളാഹു ആരും കൈവിടില്ല എന്ന്, അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ആരാണ് പറഞ്ഞത്? ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ട സ്വഹാബി. ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഇരുമ്പ് പണിക്കാരുടെ തീയുടെ ആലയിൽ നിന്നുള്ള തീപ്പൊരി കണ്ടിട്ട് ബോധം കെട്ട് വീണിട്ടുണ്ട് ഒരു മഹാന്. അതാരാണ്? റബീഅ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കൊണ്ട് വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ആരാണ് വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവ് കാരണത്താൽ മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാത്ത മഹാന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 5-ാമത്തെ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്? ആൻസർ 25. 6 ഇടപാടുകളിൽ നാം പാലിക്കണം. ആൻസർ സത്യസന്ധത. 7 സത്യം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ലഭിക്കുന്ന സ്വർഗീയ ഭവനം. ആൻസർ ജന്നാത്തുൽ ഫിർദൗസ്. 8 നമ്മുടെ കൂട്ടുകാർ ആരായിരിക്കണം? നമ്മുടെ കൂട്ടുകാർ ഈമാനും തഖ്വയുമുള്ളവരായിരിക്കണം. 9 ഡാഷ് മുഅല്ലിമത്തുൻ ഹാദിഹി മുഅല്ലിമത്തുൻ. അടുത്ത 10-ാമത്തെ സമാനിയത്തു എന്നതിനോട് ചോദിച്ചേതാ? സമാനിയത്തു ഔലാദിൻ. ഇത് നമ്മുടെ 10ാമത്തെ ചോദ്യം നമ്മുടെ തദ്രീബാത്തിൽ സിറാജ് പത്രം എന്ന് പറയുന്ന ജരീദത്ത് സിറാജ് എന്നുള്ള പാഠത്തിൽ കൊടുത്ത ഉദാഹരണം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക എന്നുള്ളത് അതിൽ 11-ാമത്തെ ഖദീജ റളിയല്ലാഹു അൻഹ. ആൻസർ ഡി ആണ്, ബിന്തു ഖുവൈലിദ്. ഖുവൈലിദിൻ്റെ മകളാണ് ഖദീജ ബീവി. ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആൻസർ ബിന്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള്. 13 ആസിയ റളിയല്ലാഹു അൻഹ. ആൻസർ എ, ബിന്തു മുസാഹിമിൻ്റെ മകളാണ് ആസിയ റളിയല്ലാഹു അൻഹ. 14 മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആൻസർ ബി, ബിന്തു ഇമ്രാൻ്റെ മകളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇനി അടുത്തത് പൂരിപ്പിക്കുക. 15 തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ ഡാഷിനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ. 16 ആദം നബി അലൈഹി സ്വലാമിനെ ആദരിക്കാത്തതിനാൽ ഡാഷ് ശാപത്തിനിരയായി. ആരാണ് ശാപത്തിനിരയായത്? ഇബ്ലീസ് ശാപത്തിനിരയായി. 17 ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ ഡാഷ് പോലെയാണ്. ഏതുപോലെയാണ്? പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. 18 വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബു ഡാഷ് യാ ഫാഹിമു. സൈനബ്, റുഖിയ, ഫാത്തിമ, യാ ഫാഹിമു നബി തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ബൈത്താണത്. 19-ാമത്തെ സലാസത്തു അഖ്ലാമിൻ ബി സലാസത്തി റൂബിയ വൽ കിതാബു ബി 5 റൂബിയ അൽ മജ്മൂ. മൊത്തം 3 പേനകൾക്ക് 3 രൂപ, ഒരു പുസ്തകത്തിന് 5 രൂപ. അങ്ങനെ മൊത്തം എത്ര രൂപ? സമാനിയത്ത് റൂബിയ, 8 രൂപ. ഇത് 2ഉം 3ഉം 5ഉം കൂടെ കൂടുമ്പോൾ 8. അപ്പോൾ സമാനിയത്ത് റൂബിയ. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അറിയപ്പെടുന്ന പേര്. ആൻസർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. 21 സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത്. ആൻസർ അള്ളാഹുവിൻ്റെ ലിഖാ കാണൽ. 22 പൂർവികർ നശിക്കാൻ കാരണം എന്തായിരുന്നു? കാരണം അവരുടെ അനീതിയാണ് കാരണം. 23 നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർ ആരാണ്? അയൽവാസികൾ.
24 കിതാബുൻ പ്ലസ് അത്വാലിബ്. അപ്പോൾ കിതാബുന് ത്വാലിബ് എന്ന് യോജിപ്പിച്ചെഴുതുക. ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25 മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആര്? ആൻസർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. 26 അല്ലാഹു തആല ആരെയാണ് പ്രശംസിച്ചത്? ആൻസർ സ്വന്തം ആവശ്യത്തേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ. 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. 28 യാ അഖി, ഇത് എൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ് എന്ന് എങ്ങനെ അറബിയിൽ പറയും? ഹാദിഹി ഇഖ്വതി എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29 ഹിജ്റു ഇസ്മായിൽ. അപ്പോൾ ഖുറൈശികൾ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. നിർമ്മാണത്തിന് വിശുദ്ധമായ ധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഖുറൈശികൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ വിശുദ്ധ പണം തികയുമായിരുന്നില്ല. ഇക്കാരണത്താൽ അല്പഭാഗം പുറത്താക്കി വളച്ചുകെട്ടി. ഈ കെട്ടിയ ഭാഗമാണ് ഹിജ്റ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളത്തിലല്ല ആൻസർ എഴുതേണ്ടത്, അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു. ഇനി 2023 നോക്കാം. ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. പ്രവാചകത്വം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്? ആൻസർ 40. 2 കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ഉണ്ടാവേണ്ട ഗുണം എന്താണത്? സൽ സ്വഭാവം. 3 വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ലഭിക്കും എന്ത്? സ്വർഗം ലഭിക്കും. ഇനി 4 ഖുറൈശികൾ കഅബ പുനർനിർമ്മിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്? ആൻസർ 35. 5 ഇത് സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. ഏത്? സ്വാർത്ഥത. 6 തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ട മഹാൻ? ആൻസർ റബീഅ റളിയല്ലാഹു അൻഹു. 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഒരാൾ ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. 8 ഈ ലോകത്ത് അപമാനവും പരലോകത്ത് ശിക്ഷയും ലഭിക്കും. ആർക്ക്? ആൻസർ മോഷ്ടാവിന്. 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ച് മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 10 7 എന്നാണ് അർത്ഥം. ആൻസർ സബ്അത്തുൻ എന്നുള്ളതിനാണ് 7 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക. 11 ഒരു കെട്ടിടം പോലെയാണ്. ആരാണ് ഒരു കെട്ടിടം പോലെ? ആൻസർ സി ആണ്. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 12 ആദ്യമായി കഅബ നിർമ്മിച്ചു. ആദ്യമായി കഅബ നിർമ്മിച്ചത് ആരാ? ആൻസർ മലക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ? ആൻസർ എ വിശ്വാസികളുടെ ഉമ്മമാർ. 14 എല്ലാവരും ആടിനെ മേച്ചിരുന്നു. ആൻസർ ബി പ്രവാചകന്മാർ. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട്, നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പൂരിപ്പിക്കുക. 15 സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുവൈലിദിൻ്റെ മകൾ ഡാഷ് ആണ്. ഖുവൈലിദിൻ്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. 16 അയൽവാസി ഡാഷ് സത്യവിശ്വാസിയാവുകയില്ല. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. 17 നബി കുടുംബത്തെ സ്നേഹിക്കുകയും ഡാഷ് നമ്മുടെ കടമയാണ്. സ്നേഹിക്കുകയും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. 18 ഇടപാടുകൾ നടത്തുമ്പോൾ ഡാഷ് പാലിക്കണം. എന്ത് പാലിക്കണം? സത്യസന്ധത പാലിക്കണം. 19 ഹബ്ബർരീഹു സാറൽ മുസിനു ഖബല ഡാഷ് മഅൽ ഇൻദാർ ഖബലൽ മത്രി മഅൽ ഇൻദാർ. ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ എത്ര? ആൻസർ 4. 21 മാൻകുട്ടി എന്നതിൻ്റെ അറബി പദം എന്ത്? ഖുഷ്ഫ് എന്നാണ് മാൻകുട്ടിക്ക് പറയുക. പിന്നെ കലാമുൽ നബി എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത്, അറബി പാഠം. 22 നരകത്തിലെ ഭക്ഷണം എന്താണ്? ആൻസർ വിഷച്ചെടിയുടെ മുള്ള്. 23 കഅബയുടെ സമീപം വളച്ചു കെട്ടിയ സ്ഥലത്തിന് പറയുന്ന പേര്? ആൻസർ മഖാമു ഇബ്രാഹിം. 24 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ആൻസർ ഖുർആൻ.
അടുത്ത ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 25 നാം ആദരിക്കേണ്ട 4 വിഭാഗത്തിൻ്റെ പേരെഴുതുക. നബിമാർ, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, വലിയമാർ. 4 വിഭാഗമാണ് ചോദിച്ചത്, വസ്തുക്കളുടെ പേരല്ല. 26 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് എന്തൊക്കെ ജോലി ചെയ്തു? ആൻസർ ആടിനെ മേച്ചിരുന്നു, കച്ചവടക്കാരെ സഹായിക്കും. 27 നബി കുടുംബം ലോകത്ത് വ്യാപിച്ചത് ആരിലൂടെ? ആൻസർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവരിലൂടെ. 28 അയൽവാസികളോട് നമുക്കുള്ള കടമകൾ എന്തൊക്കെ? ആൻസർ അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. ഇനി അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29 സ്വർഗം. ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണം, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ലിഖാഇനെ കാണലാണ്. സ്വർഗത്തിനെക്കുറിച്ച് നമ്മുടെ ആ പാഠത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തി. ഏതാന്ന് പിന്നെ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ അവിടെ എഴുതാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ദുറൂസ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മുടെ മുന്നിൽ സമയമുണ്ട്. 2-ാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ പരീക്ഷൻ്റെ തുടക്കം 2-ാം തീയതിയാണ്. അതുവരെ നമുക്ക് പഠിക്കാം. ദുറൂസിൻ്റെ ഓരോ പാഠങ്ങളും പോയിൻ്റ് ചെയ്ത് അടിവര ഇട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം അടിവര ഇടുക. ആ വിട്ട ഭാഗങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാഠങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. കാരണം കുറഞ്ഞ ഭാഗങ്ങൾ ഓരോ പാഠത്തിലും പഠിക്കാനുള്ളൂ. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കൂടുതൽ ഹിഫ്ളും ഫഹമും അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.